Good morning students, welcome to this video. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്സ്. ഇലക്ട്രിക് സർക്യൂട്ട്സും മാഗ്നറ്റിക് സർക്യൂട്ട്സും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ടിന് തുല്യമാണ് മാഗ്നറ്റിക് ഫ്ലക്സിലെ ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ടിന് തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ടിന്റെ സിമ്പല് ഐ ആണ്. കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഐ ആണ്, ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫൈ ആണ്. അപ്പോൾ current in electric circuit is analogous to or similar to flux in magnetic circuit. ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുന്നതും മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ടിന് പകരം മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഉള്ളത് ഫ്ലക്സ് ആണ്. ഓക്കെ, അതേപോലെ രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ടേമാണ് ഇ എം എഫ് എന്ന് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. അതിന് പകരം മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇ എം എഫിന് പകരം ഉപയോഗിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ എം എം എഫ് ആണ്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഇ എം എഫിന് തുല്യം മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്, എം എം എഫ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമ്മൾ ഇ എം എഫ് എന്ന് പറയുന്ന പകരം മാഗ്നറ്റിക് സർക്യൂട്ടിൽ പറയുന്നത് എം എം എഫ് ആണ്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്. ഓക്കെ, okay, so EMF, that means electromotive force in electric circuit is similar to MMF, that is magnetomotive force. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിലെ EMF ന് തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ MMF. EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, MMF എന്ന് പറഞ്ഞാൽ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, നമുക്കറിയാം ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ദിസ് ഇ എം എഫ് പ്രൊഡ്യൂസസ് കറണ്ട്. ഇ എം എഫ് ആണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇ എം എഫ് എന്ത് ചെയ്യും? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇ എം എഫ് ആണ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസസ് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇ എം എഫ് പ്രൊഡ്യൂസസ് കറണ്ട്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എം എം എഫ് പ്രൊഡ്യൂസസ് ഫ്ലക്സ്. കാരണം ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ കറണ്ടിന് തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഇ എം എഫിന് തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. അപ്പോൾ ഇ എം എഫ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സിമിലർലി എം എം എഫ് പ്രൊഡ്യൂസസ് ഫ്ലക്സ്. ഇ എം എഫ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എം എം എഫ് ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ടിന് തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സ്. ഇലക്ട്രിക് സർക്യൂട്ടിലെ ഇ എം എഫിന് തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ എം എം എഫ്, അതായത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഇ എം എഫ് പ്രൊഡ്യൂസസ് കറണ്ട്, ഇ എം എഫ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ എം എം എഫ് പ്രൊഡ്യൂസസ് ഫ്ലക്സ്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത പഠിക്കുന്നത് റെസിസ്റ്റൻസ്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ടു ദ കറന്റ് ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. Resistance is the opposition to the current flow.
കറണ്ട് ഫ്ലോയ്ക്ക് എതിരായിട്ടുള്ള ഒപ്പോസിഷൻ അല്ലെങ്കിൽ പ്രതിരോധമാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയ്ക്കുള്ള ഒപ്പോസിഷനാണ്, പ്രതിരോധമാണ്, എതിർപ്പാണ്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന ടേമിന് തുല്യമായ ഒരു ടേമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്റ്റൻസ്. ഇത് നിങ്ങൾ പഠിച്ചതാണ്. ഈ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ an opposition to the creation of magnetic flux. Reluctance എന്ന് പറഞ്ഞാൽ opposition to creation of magnetic flux. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒപ്പോസിഷനാണ്, പ്രതിരോധമാണ്, എതിർപ്പാണ്. എന്തിനുള്ള? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയ്ക്ക് എതിരായിട്ടുള്ള ഒപ്പോസിഷനാണ്, കറണ്ട് ഫ്ലോയ്ക്ക് എതിരായിട്ടുള്ള പ്രതിരോധമാണ്, കറണ്ട് ഫ്ലോയ്ക്ക് എതിരായിട്ടുള്ള ഒപ്പോസിഷനാണ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എതിരായിട്ടുള്ള ഒപ്പോസിഷനാണ്. സോറി, എതിരായിട്ടുള്ള ഒപ്പോസിഷൻ അല്ല, ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിനുള്ള ഒപ്പോസിഷനാണ്. ഓക്കെ, അപ്പോൾ റിലക്റ്റൻസും റെസിസ്റ്റൻസും എന്ന് പറയുന്നത് ഒപ്പോസിഷനാണ്, പ്രതിരോധമാണ്, എതിർപ്പാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയ്ക്ക് എതിരായിട്ടുള്ള ഒപ്പോസിഷനും, അതേപോലെ റിലക്റ്റൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എതിരായിട്ടുള്ള ഒപ്പോസിഷനുമാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ, ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിന് എതിരായിട്ടുള്ള പ്രതിരോധമാണ് അല്ലെങ്കിൽ ഒപ്പോസിഷനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് എതിരായിട്ടുള്ള ഒപ്പോസിഷനാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റെസിസ്റ്റൻസ് ഒപ്പോസസ് കറണ്ട്. റെസിസ്റ്റൻസ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും, റിലക്റ്റൻസ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞതാണ് റെസിസ്റ്റൻസ് ഒപ്പോസസ് കറണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഒപ്പോസിഷനാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഒപ്പോസസ് കറണ്ട് എന്ന് പറയാം. ഈ റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ടു ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഫോം ചെയ്യുന്നതിനെ എതിരായിട്ടുള്ള ഒപ്പോസിഷനാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം റിലക്റ്റൻസ് ഒപ്പോസസ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ റെസിസ്റ്റൻസ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു, റിലക്റ്റൻസ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഈസ് അറ്റ് വിച്ച് current can flow through a material. It is the ease at which current can flow through a material. എത്ര സുഗമമായിട്ട്, എത്ര ഈസി ആയിട്ട് ഒരു കറണ്ടിന് ഒരു മെറ്റീരിയൽ വഴി ഫ്ലോ ചെയ്യാൻ കഴിയും, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഇൻഡിക്കേറ്റ്സ് ഈസ് അറ്റ് വിച്ച് കറണ്ട് ക്യാൻ ഫ്ലോ ത്രൂ എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ വഴി എത്ര സുഗമമായിട്ട്, എത്ര ഈസി ആയിട്ട് കറണ്ടിന് പാസ് ചെയ്യാൻ കഴിയും, അതിനെ സൂചിപ്പിക്കുന്ന ടേമാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു അലോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ടു പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ ഈ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള ടേമാണ്. കണ്ടക്ടിവിറ്റിക്ക് സമാനമായിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള ഒരു ടേമാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു അലോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ടു പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ ഈ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ആ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യാനുള്ള ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. കറണ്ടിനെ അതിലൂടെ ഫ്ലോ ചെയ്യാനുള്ള ആ മെറ്റീരിയലിന്റെ ഈസിനെസിനെ പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ടിവിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്
ഈസ് അറ്റ് വിച്ച് കറന്റ് ക്യാൻ ഫ്ലോ ത്രൂ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ വഴി എത്ര ഈസി ആയിട്ട് എത്ര സുഗമമായിട്ട് കറണ്ട് ഒഴുകാൻ കഴിയും, അതാണ് കണ്ടക്ടിവിറ്റി സൂചിപ്പിക്കുന്നത്. സമാനമായിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള ടേമാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. എത്ര ഈസി ആയിട്ട് ഒരു മെറ്റീരിയൽ വഴി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് പാസ് ചെയ്യാൻ പറ്റും, അതാണ് പെർമിയബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദ ഈസ് അറ്റ് വിച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്യാൻ പാസ് ത്രൂ എ മെറ്റീരിയൽ. എത്ര ഈസി ആയിട്ട് എത്ര സുഗമമായിട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഒരു മെറ്റീരിയൽ വഴി പാസ് ചെയ്യാൻ കഴിയും, അതാണ് പെർമിയബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1 റെസിസ്റ്റിവിറ്റി ആണ്. അതേപോലെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 1 റിലക്ടിവിറ്റി ആണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1 റെസിസ്റ്റിവിറ്റി ആണ്, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 റിലക്ടിവിറ്റി ആണ്. ഓക്കെ, അതേപോലെ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് 1 റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്, കറണ്ടിനെ തടയാനുള്ള സർക്യൂട്ടിന്റെ ആ പ്രതിരോധമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി കണ്ടക്ടൻസ് എന്ന് പറയുന്നത് കറണ്ടിനെ ആ മെറ്റീരിയൽ വഴി കടത്തിവിടാനുള്ള ആ ഈസിനെസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനുള്ള ഒപ്പോസിഷൻ ആണ്, കറണ്ടിന് എതിരായിട്ടുള്ള പ്രതിരോധമാണ്. ഇനി കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒരു മെറ്റീരിയലിലൂടെ കടത്തിവിടാനുള്ള ഈസിനെസ് ആണ് കണ്ടക്ടൻസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി റിലക്ടൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാനുള്ള ആ കഴിവാണ് റിലക്ടൻസ് എന്ന് പറയുന്നത്. പെർമിയൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യാനുള്ള ആ ഈസിനെസ് ആണ് പെർമിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ 1 റെസിസ്റ്റൻസ്, പെർമിയൻസ് എന്ന് പറഞ്ഞാൽ 1 റിലക്ടൻസ്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറയുന്നതും തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ EMF തുല്യമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ MMF എന്ന് പറയുന്നത്. ദിസ് EMF പ്രൊഡ്യൂസസ് കറണ്ട്. EMF കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, MMF ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ ആണ്, ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയ്ക്ക് കൊടുക്കുന്ന ഒപ്പോസിഷൻ ആണ്. അതിന് സമാനമാണ് റിലക്ടൻസ് എന്ന് പറയുന്നത്. റിലക്ടൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ടു ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് റിലക്ടൻസ് എന്ന് പറയുന്നത്. രണ്ട് ഒപ്പോസിഷൻ ആണ്. റെസിസ്റ്റൻസ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു, റിലക്ടൻസ് എന്ന് പറയുന്നത് ഫ്ലക്സിന്റെ ക്രിയേഷനെ ഒപ്പോസ് ചെയ്യുന്നു, ഫ്ലക്സ് ഫോം ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു, റിലക്ടൻസ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ട് തമ്മിലുള്ള സിമിലാരിറ്റീസ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസസും പഠിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ.